എല്ലാവർക്കും കണ്ണൂർ കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് ബേക്കറിയിൽ കിട്ടുന്നതിനേക്കാളും രുചിയായിട്ട് വീട്ടിൽ ഒരു ഗീ കേക്ക് തയ്യാറാക്കിയെടുക്കാം. ഗീ കേക്ക് എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും ഇഷ്ടമാണല്ലേ. അതിന് നമുക്ക് ക്രീമോ യാതൊരുവിധ ടോപ്പിങ്ങിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറുതെ ഇങ്ങനെ കഴിക്കാൻ അല്ലെങ്കിൽ ചായയുടെ കൂടെ കഴിക്കാനൊക്കെ അത്രയും ടേസ്റ്റിയാണ്. എത്ര കഴിച്ചാലും നമുക്ക് മതിയാവില്ല. അത് നമ്മൾ വീട്ടിൽ നല്ല ഗീയൊക്കെ വെച്ചിട്ട് വീട്ടിൽ തയ്യാറാക്കുകയാണെങ്കിൽ പിന്നെ അതിൻ്റെ രുചി പറയാനേ ഇല്ല. അത്രയും ടേസ്റ്റിയാണ്. അപ്പോൾ ഞാനിതൊരു യൂട്യൂബ് വീഡിയോ കണ്ടിട്ടുണ്ടാക്കുന്നതാണ്. നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് തയ്യാറാക്കി എടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമുക്ക് ഓവനൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. അതിനായിട്ട് 175 ഡിഗ്രിയിൽ ബേക്ക് ഓപ്ഷനിൽ, അതായത് താഴെ മാത്രം ചൂടാവുന്ന ഓപ്ഷനിൽ ഒരു 10-15 മിനിറ്റ് നമുക്കൊന്ന് പ്രീഹീറ്റ് ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് 4 മുട്ടയാണ്. 4 വലിയ സൈസിലുള്ള ലാർജ് സൈസിലുള്ള മുട്ടയാണ് എടുത്തത്. ചെറിയ മുട്ടയാണെങ്കിൽ 5 എണ്ണം എടുക്കണം. അതിലേക്ക് 2 കപ്പ് പഞ്ചസാര കൂടി ചേർത്തിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് ഇത് ഒന്ന് മെൽറ്റാക്കി എടുക്കണം. ഞാനിവിടെ ഒരു സോസ് പാനിൽ വെള്ളം തിളപ്പിക്കുന്നുണ്ട്. ഈ തിളക്കുന്ന വെള്ളത്തിൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ ഒരു മുട്ടയും പഞ്ചസാരയും ചേർന്ന് ബൗൾ വെച്ച് കൊടുക്കുക. എന്നിട്ട് ഒന്ന് ഇതുപോലെ ബീറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഒരുപാട് സമയമൊന്നും വെക്കണ്ട കേട്ടോ. ഈ പഞ്ചസാര ഒന്ന് മെൽറ്റാകുന്നത് വരെ മാത്രം വെച്ചാൽ മതി. അതുപോലെ തന്നെ ഫ്ലെയിം കുറച്ച് കൊടുക്കണം. ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും വെക്കരുത്. അപ്പോൾ മുട്ട കട്ട പിടിച്ചു പോകും. അപ്പോൾ ഒരു ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് ഈ പഞ്ചസാര മെൽറ്റാകുന്നത് വരെ ഇതിങ്ങനെ ഒന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇത് കണ്ടില്ലേ, പഞ്ചസാര മുഴുവനായിട്ട് മെൽറ്റായിട്ടുണ്ട്. ചെറിയൊരു ചൂടായിട്ടുണ്ട്, ചെറുതായിട്ടൊന്ന് ചൂടായിട്ടുണ്ട്. അപ്പോൾ പഞ്ചസാര മെൽറ്റായി കഴിയുമ്പോൾ നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് 2 കപ്പ് മൈദയാണ്. ഞാനിവിടെ കപ്പ് ഉപയോഗിച്ചിരിക്കുന്നത് 240 മില്ലി കപ്പാണ് കേട്ടോ എല്ലാത്തിനും വേണ്ടി ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ 2 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ ചേർക്കാം. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ ഒന്നുകിൽ മിക്സ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ ഒരു സ്ട്രെയിനർ ഉപയോഗിച്ചിട്ടൊന്ന് അരിച്ചെടുത്താലും മതി. അപ്പോൾ ഞാൻ നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മുടെ മുട്ടയുടെ ഒരു മിക്സിലേക്ക് ഇത് ചേർത്തിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം 1 ടീസ്പൂൺ വനില എസൻസ് കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമുക്കിതിന് എഗ് ബീറ്ററിനൊന്നും ആവശ്യമില്ല കേട്ടോ. ഇതുപോലൊരു ഹാൻഡ് വിസ്ക് മാത്രമേ ഈ ഒരു കേക്ക് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളൂ. അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇതിവിടെ മാറ്റി വെക്കാം. ഇനി ഒരു സോസ് പാനിലോട്ട് 1 കപ്പ് നെയ്യ് എടുക്കുക. നല്ല മണമുള്ള പശുവിൻ നെയ്യാണെങ്കിൽ കേക്കിന് നല്ല മണവും രുചിയും കൂടും. പിന്നെ എടുക്കുന്നത് 1 കപ്പ് പാലാണ്. അതും ഈ നെയ്യുടെ കൂടെ തന്നെ ചേർക്കാം. എന്നിട്ട് ഇത് രണ്ടും കൂടി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. അതിനായിട്ട് അടുപ്പത്തേക്ക് മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇളക്കി ഇതൊന്ന് ചൂടാക്കിയെടുക്കാം. ഒറ്റ പ്രാവശ്യം ഒന്ന് തിളച്ച് വന്നാൽ മതി. തിളച്ച് പൊങ്ങൊന്നും വേണ്ട. ഒരു പ്രാവശ്യം ഒന്ന് തിളച്ച് വരുമ്പോൾ തന്നെ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ ഇത് നല്ലതുപോലെ ചൂടായിട്ട് വരുന്നുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ പാലും നെയ്യും കൂടി ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇങ്ങനെ ഒറ്റൊരു പ്രാവശ്യം ഒന്ന് തിളച്ചാൽ മതി. അപ്പോൾ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യുക. എന്നിട്ട് നമുക്കിത് അടുപ്പത്തുനിന്ന് മാറ്റുക. എന്നിട്ട് ചൂടോട് കൂടെ തന്നെ നമ്മുടെ ഈ ഒരു ബാറ്ററിലേക്ക് ഈ ഒരു മിക്സും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കുക. ചൂടോട് കൂടെ തന്നെ ഒഴിക്കാം. എന്നിട്ട് പെട്ടെന്ന് തന്നെ നല്ലതുപോലെ അങ്ങ് മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാൻ മുന്നേ ചെയ്യുന്ന സമയത്ത് ഇതുപോലെ ഈ ഒരു സ്റ്റെപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് സോഫ്റ്റായിട്ട് കിട്ടിയിട്ടില്ല. ഇങ്ങനെ ചെയ്തപ്പോൾ നല്ല അടിപൊളിയായിട്ട് കിട്ടി. നല്ല നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേപോലെ തന്നെ കിട്ടി. അപ്പോൾ ചൂടോട് കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബേക്ക് ചെയ്യാനുള്ള ടിന്നിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു ബട്ടർ പേപ്പർ താഴെ വിരിച്ചിട്ട് അതിൻ്റെ മുകളിലേക്കാണ് ഇത് ഒഴിച്ചു കൊടുക്കുന്നത്. അതിനുശേഷം നമ്മുടെ ഈ ഒരു ബേക്കിംഗ് ടിന്ന് 2-3 പ്രാവശ്യം ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് നമുക്ക് പ്രീഹീറ്റ് ചെയ്ത് ഓവനിലേക്ക് വെച്ച് കൊടുക്കാം. ഞാനൊരു 15 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു 175 ഡിഗ്രിയിൽ വെച്ചിട്ട്. ഇനി ഇത് ഓവൻ്റെ ഉള്ളിലേക്ക് വെച്ചതിന് ശേഷം അടച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ബേക്ക് ചെയ്തെടുക്കാം. ഞാനിവിടെ ടൈം സെറ്റ് ചെയ്ത് കൊടുക്കുന്നത് 25 മിനിറ്റാണ്. ചിലപ്പോൾ 20 മിനിറ്റ് കൊണ്ട് തന്നെ റെഡിയാവും. അപ്പോൾ 20 മിനിറ്റ് ആകുമ്പോൾ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം. എന്നിട്ട് ആവശ്യമാണെങ്കിൽ പിന്നെ ഒരു 5 മിനിറ്റ് കൂടി വെച്ചാൽ മതി. അതുപോലെ തന്നെ ബോട്ടം സൈഡ് ചൂടാവുന്ന ഒരു ഓപ്ഷൻ, ബേക്ക് ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. 170 ഡിഗ്രിയാണ് ടെമ്പറേച്ചർ വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് നമ്മുടെ കേക്കൊക്കെ നല്ലതുപോലെ പൊങ്ങി വന്നിട്ടുണ്ട്. പിന്നെ ഏറ്റവും ലാസ്റ്റായപ്പോൾ ഞാൻ അതിൻ്റെ താഴെ ചൂടാകുന്ന ഓപ്ഷൻ മാറ്റിയിട്ട് മുകൾ ഭാഗം ചൂട് കിട്ടുന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗം കൂടി നല്ലൊരു ഗോൾഡൻ കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ആ ഭാഗം ഭയങ്കര വെള്ള കളറിലായി പോവും. അങ്ങനെ ഇത് 25 മിനിറ്റിന് ടൈമും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ കേക്ക് റൂം ടെമ്പറേച്ചറിലായതിനു ശേഷമാണ് ഞാൻ ഈ ടിന്നിൽ നിന്നും മാറ്റുന്നത്.
അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവാൻ ചാൻസ് ഉണ്ട് ചൂടോടുകൂടി മാറ്റുന്ന സമയത്ത്. അപ്പോൾ റൂം ടെമ്പറേച്ചറിലായതിനു ശേഷം മാറ്റിയിട്ട് അതിൻ്റെ ബട്ടർ പേപ്പറൊക്കെ അങ്ങ് മാറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ രണ്ട് ഭാഗവും നല്ല ഡാർക്ക് കളറായിട്ടുണ്ട്. അടിഭാഗം കുറച്ചധികം ഡാർക്കായിട്ടുണ്ടായിരുന്നു. അപ്പോൾ 170 ഡിഗ്രി എന്നുള്ളത് എനിക്ക് തോന്നുന്നു ഒരു 160 ഡിഗ്രി വെച്ചാൽ മതിയായിരുന്നു. അങ്ങനെയാണെങ്കിൽ നല്ല പാകത്തിലാവുമായിരുന്നു. അപ്പോൾ നിങ്ങൾ 160 ഡിഗ്രിയിൽ വെച്ചിട്ട് ചെയ്ത് നോക്കൂ. അപ്പോൾ ഇതാ നല്ല പെർഫെക്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. നമുക്കിത് കട്ട് ചെയ്ത് കഴിക്കാം. കണ്ടില്ലേ, നമ്മൾ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന പോലെ തന്നെ ഉണ്ട് കാണാൻ, പക്ഷെ കഴിക്കാൻ അതിനേക്കാളും ടേസ്റ്റാണ് കേട്ടോ. ഇത്രയും ടേസ്റ്റ് ഉണ്ടാവാറില്ല ബേക്കറിയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞാൽ. അടിപൊളിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കൂ. അതിൻ്റെ ആ ഒരു ടെക്സ്ചറും ഒക്കെ കണ്ടില്ലേ, സൂപ്പറായിരുന്നു. എല്ലാവരും ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കുക. നമുക്കൊരു 15-20 മിനിറ്റ് സമയമുണ്ടെങ്കിൽ ഇതിൻ്റെ എല്ലാ പ്രിപ്പറേഷനും ചെയ്യാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ബേക്ക് ചെയ്യാൻ ഒരു 25 മിനിറ്റ്. അങ്ങനെ അത്രയും ചെറിയ സമയം കൊണ്ട് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും രുചിയായിട്ട് നമുക്ക് വീട്ടിൽ തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. താങ്ക്